പന്തക്കുസ്ത തിരുനാൾ യോഹന്നാൻ 20:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. കൃഷി ഇറക്കേണ്ട സമയമായി. ആദ്യ മഴ മണ്ണിനെ ഉണർത്തി. താൻ മൃദുല ഹൃദയയാണെന്ന് അവൾ തെളിയിച്ചു. മനുഷ്യൻ കൃഷിയിറക്കുന്നതിൽ അവളുടെ ഹൃദയം സന്തോഷിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി സഹായികളോടൊപ്പം ഞാനും കൃഷിയിടങ്ങളിലായിരുന്നു. ഇനിയും ഒത്തിരി പണി തീരാനുണ്ട്. കളകൾ നീക്കി നിലത്ത് കൃഷിയിറക്കുമ്പോൾ മണ്ണിനോട് മനസ്സിന് എത്ര അടുപ്പം. എൻ്റെ ഹൃദയം തന്നെയാണ് മണ്ണിൽ വിളവിറക്കുന്നത്. ഒപ്പം ഹൃദയവും ഒരു വിളഭൂമിയാണെന്ന ബോധ്യം എന്നിൽ ഉണരുന്നു. മണ്ണിനെയും അതിനെ ചൂഴ്ന്നു നിൽക്കുന്ന അന്തരീക്ഷത്തെയും വർഷങ്ങളായി പറമ്പിൽ നിൽക്കുന്ന മറ്റ് കാർഷിക വിളകളെയും കാണുമ്പോൾ ജീവനെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും ഫലമണിയുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ എന്നിൽ സജീവമാവുകയാണ്. പുതുമഴയിൽ ഉണർന്ന മണ്ണിൻ്റെ മണം എത്ര മാസ്മരികമാണ്. അത് ഹൃദയവികാരങ്ങളെ ഉണർത്തുന്നു. ഹൃദയമാം വയലിനെക്കുറിച്ച് എന്നെ അത് അനുസ്മരിപ്പിക്കുന്നു. മണ്ണിൽ നിന്നും ജന്മം കൊണ്ട നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, അരൂപിക്കും അതിനോട് അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മുടെ വിചാരവികാരങ്ങൾക്കും മണ്ണിൻ്റെ മണമുണ്ട്. ഹൃദയത്തിൻ്റെ ഫലദായകത്വം തെളിവാക്കുന്നത് മണ്ണിൻ്റെ ഈ ആവിഷ്കാരത്തിലൂടെയാണ്. ഇന്ന് പന്തക്കുസ്ത തിരുനാളാണ്. അരൂപിയുടെ കോരിച്ചൊരിയലിൻ്റെ അത്ഭുതകരമായ അനുഭവം. ഒരു പുതുമഴ പോലെ എൻ്റെ അസ്തിത്വത്തിൻ്റെ ഉണങ്ങിവരേണ്ട മണ്ണിൽ ദൈവാത്മാവാകുന്ന ജലം കണികകളായി വന്ന് പതിക്കുമ്പോൾ എൻ്റെ ആത്മാവും ഉണരുന്നു. ജീവൻ്റെ വിത്തിനെ സ്വീകരിക്കുവാൻ എൻ്റെ ഹൃദയം സന്നദ്ധമാകുകയാണ്. എന്നിലൂടെ വളർച്ചയുടെയും ഫലദായകത്വത്തിൻ്റെയും പ്രക്രിയ നടക്കുമ്പോൾ അതിൻ്റെ അനുഭവമാണ് പന്തക്കുസ്ത. പുതുമയുടെ പിറവിയും അതിൻ്റെ അനുഭവവും. അത് മോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അനുഭവം കൂടിയാണ്. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ആ വാക്കുകൾക്ക് എൻ്റെ ഹൃദയവികാരങ്ങളുമായി എത്ര അടുപ്പം. പ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സമസ്ത സൃഷ്ടികളും ഒന്നുചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നുവെന്ന് നമുക്കറിയാം. ജീവൻ നിർവചനാത്മകമാകുന്നത് അതിൽ സ്വാതന്ത്ര്യം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോഴാണ്. സ്വാതന്ത്ര്യമാണ് അതിൻ്റെ മുഖമുദ്ര. മോചനത്തിൻ്റെ പാതയിലായിരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങൾ അതിനായി നെടുവേർപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ പിറവിക്ക് ഒപ്പം പോകുന്നതാണ് ആത്മാവിൻ്റെ ഈറ്റുനോവ്. പിറവി കൊള്ളുന്ന ഇരട്ട സഹോദരങ്ങളാണ് സന്തോഷവും ദുഃഖവും. അവയിലൊന്നിനെ മറ്റേതിൽ നിന്നും വേർതിരിച്ചെടുക്കുവാൻ സാധിക്കാത്ത വിധം അവ ഇരട്ടകളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൽ ഹൃദയഭൂമിയിലാണ് ഈ ഇരട്ട സഹോദരങ്ങൾ പിറന്നു വീഴുന്നത്. സന്തോഷവും ദുഃഖവും ഹൃദയത്തിൻ്റെ അവാച്യമായ അനുഭവങ്ങളാണ്. പഴയതിനോടുള്ള വേർപിരിയലിൽ ദുഃഖം പ്രകടമാകുന്നു. പുതിയത് പിറക്കുമ്പോൾ അത് സന്തോഷമാകുന്നു. പുതുമയിൽ ഭൂമി ആശ്വാസത്തിൻ്റെയും ഉണർവിൻ്റെയും അനുഭവത്തെ അതിൻ്റെ നിശ്വാസനമായി വെളിപ്പെടുത്തുന്നു. മണ്ണും നമ്മെപ്പോലെ ശ്വസിക്കുന്നു, നിശ്വസിക്കുന്നു. അതിലൂടെ കടന്നു ചെല്ലുന്ന വായു ദൈവത്തിൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ വായുവാണ്. അവിടുത്തെ നാസാരന്ധ്രങ്ങളിൽ നിന്ന് നിക്ഷേപിക്കപ്പെടുന്ന ദൈവിക ജീവൻ തന്നെയായ വായു. അതിന് റൂഹ എന്നാണ് അരമായ ഭാഷയിലെ പേര്. അതിന് രൂപമില്ലാത്തതിനാൽ അതിനെ ഗ്രീക്കുകാർ അരൂപി എന്ന് വിളിച്ചു. ആത്മവത്തെ ഉണർത്തുന്നതിനാൽ പൗരസ്ത്യർ പ്രത്യേകിച്ചും അതിനെ ആത്മാവ് എന്ന് വിളിച്ചു. അരൂപിയും ശരീരവും പരസ്പരം അഭേദ്യമായി അടുത്തിരിക്കുന്നതിനാൽ അരൂപിയുടെ ശ്വാസോച്ഛ്വാസം ശരീരത്തിന് അടുത്ത് അനുഭവിക്കുവാൻ സാധിക്കും, ഒരു ചുംബനത്തിലൂടെ എന്നവണ്ണം. ദൈവത്തിൻ്റെ ശ്വാസോച്ഛ്വാസം നമ്മൾ അനുഭവിക്കുന്നത് ഈ അടുപ്പത്തിലൂടെയാണ്. അതിനാൽ അരൂപി എൻ്റെ ശരീരാത്മകമായ അസ്തിത്വത്തെ ഉണർത്തുന്നു. ആത്മാവിനും ശരീരത്തിനും ഇടയിൽ അകലമില്ല. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ആത്മാവ് ശരീരത്തെ ഉണർത്തുന്നതും ശരീരം ആത്മാവിന് ഇടം കൊടുക്കുന്നതും വലിയൊരു രഹസ്യമാണ്. അതിൻ്റെ അനുഭവമാണ് പന്തക്കുസ്ത. ഈ അനുഭവത്തെ നിർവചിക്കുവാൻ സാധിക്കുമെങ്കിൽ അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം എന്ന രഹസ്യവും. എൻ്റെ ആത്മാവാണ് എൻ്റെ ശരീരത്തിന് ആവിഷ്കാരശേഷി നൽകുന്നത്. അതുവഴിയാണ് ശരീരം വാചാലമാകുന്നത്. ശരീരം അതിൻ്റെ വിചാരവികാരങ്ങൾ ആവിഷ്കരിക്കുവാൻ നെടുവേർപ്പെടുകയാണ്. ആത്മാവ് ശരീരത്തെ ഉണർത്തുമ്പോൾ അത് വാചാലമാകുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ എവിടെ കണ്ടുമുട്ടും? എവിടെയാണ് അത് മറഞ്ഞിരിക്കുന്നത്? അരൂപിയായതുകൊണ്ട് എപ്പോഴും അത് മറഞ്ഞു തന്നെയല്ലേ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ ആത്മാവിനെ എനിക്ക് നിർവചിക്കുവാൻ സാധിക്കുമോ? എൻ്റെ ശരീരത്തിൻ്റെ ജീവനാണ് എൻ്റെ ആത്മാവ്. ആത്മാവില്ലെങ്കിൽ ശരീരം നിർജീവമാണ്.
എന്നാൽ ശരീരമില്ലെങ്കിൽ ആത്മാവിന് സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ശരീരത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ആത്മാവ്. ആത്മാവിനെ ഉള്ളെന്നും ശരീരത്തെ വാസസ്ഥലമെന്നും വിളിക്കാം. എന്നിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് എവിടെയാണ് വസിക്കാൻ പോകുന്നത്? അതിന് വേറൊരു ഇടമുണ്ടോ? ഈ സംശയം നമ്മെ അസ്വസ്ഥരാക്കുന്നില്ലേ? മന്ദമാരുതനെ പോലെ തലോടിയ ശേഷം കടന്നു പോകുന്ന ഒന്നാണോ പരിശുദ്ധാത്മാവ്? നമ്മളിൽ വസിക്കുവാനല്ലേ പരിശുദ്ധാത്മ നമ്മിലേക്ക് ഇറങ്ങി വരുന്നത്? അതിന് ഉത്തരം തേടിയ വിശുദ്ധ അഗസ്തീനോസ് പരിശുദ്ധാത്മാവിന് പുതിയൊരു നിർവചനം നൽകി. എൻ്റെ ആത്മാവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന നിർവചനം. എൻ്റെ ആത്മാവിനെ വാസസ്ഥലമായി ഒരിടമായി സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവ് കടന്നു പോകുന്നതിൻ്റെ ജീവൻ നിത്യത പകരുന്ന ഒരു സാന്നിധ്യമായി, അതാണ് എന്നിൽ പുതുപ്പിറവിയായി സംഭവിക്കുന്നത്. ആത്മാവിൻ്റെ ആഗമനത്തോടുകൂടെ ഭാഷകൾ അപ്രസക്തങ്ങളാകുന്നു. ഭാഷ കൂടാതെയുള്ള വിചാരവികാരങ്ങളുടെ പങ്കുവയ്ക്കൽ സാധിക്കുന്നിടത്ത് ഇനിമേൽ ഏതെങ്കിലും ഒരു ഭാഷയുടെ ആവശ്യമെന്ത്? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആദ്യ ശിഷ്യന്മാർ സംസാരിച്ച ഭാഷയുടെ അതിർത്തികൾ എല്ലാം നീക്കം ചെയ്യപ്പെട്ടു. പരിപൂർണ തുറവയുടെ അനുഭവമായി അവർ സംസാരിച്ച ഭാഷയ്ക്കും അവരെ ശ്രവിച്ചവരുടെ ഭാഷയ്ക്കും ഇല്ലാത്ത ആശയവിനിമയ സാധ്യതയാണ് കൈവന്നത്. അരൂപയുടെ ആദ്യത്തെ ഫലമാണ് ഇവിടെ പിറന്ന സാർവത്രിക ഭാഷ. ഹൃദയത്തിൻ്റെ ഭാഷയാണത്. ഹൃദയമാണ് സകല ജീവജാലങ്ങളുടെയും ഹൃദയാഭിലാഷങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ആദ്യം സ്ഥാപിതമാകുന്നത് ബാബേലിൽ ഭാഷയെ കലക്കി വിവിധ ഭാഷകൾക്ക് രൂപം കൊടുത്തതുപോലെയല്ല, മറിച്ച് എല്ലാ ഭാഷകളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒന്നാക്കി ഏവർക്കും അത് ഗ്രാഹ്യമാക്കുന്നതിലൂടെയാണ്. തീനാക്കുകളുടെ രൂപത്തിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന നാവുകളാണ്. നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ഒരേ അഗ്നി അനേകരിലേക്ക് നാവുകളായി ഇറങ്ങി വരുന്നെങ്കിലും അനേകരെ ഒന്നിപ്പിക്കലാണ് അതിൻ്റെ ദൗത്യം. ഒരേ ദൗത്യത്തിൻ്റെ പ്രഘോഷകരായി അവരെ രൂപാന്തരപ്പെടുത്തുന്നു. അങ്ങനെ പുതിയൊരു ആത്മശരീര ബന്ധത്തിന് അത് രൂപം കൊടുക്കുന്നു. അതിൻ്റെ പേരാണ് സഭ. സഭയെ സഭയാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് അതിനെ വാചാലമാക്കുന്നത്. ദൈവാരൂപിയുടെ സാന്നിധ്യം നമ്മിൽ വെളിവാക്കുന്നത് അതിൻ്റെ ശക്തിയിലൂടെയാണ്, അതിൻ്റെ സമ്മാനിക്കലിലൂടെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെന്ന് അവയെ വിളിക്കാം. ആത്മാവിൻ്റെ ദാനങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ സവിശേഷതകളാണ്. അന്തസത്തയുടെ ആവിഷ്കാരം, പ്രകാശരശ്മികൾ പോലെ ചുറ്റുപാടും വിക്ഷേപിക്കപ്പെടുന്ന ആത്മീയ പ്രകാശത്തിൻ്റെ അനുഭവങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം എന്നിവയാണ് ഈ ദാനങ്ങൾ. 1 കൊറിന്ത്യർ 12:8-11 വരെയുള്ള വാക്യങ്ങൾ. ഇവ തമ്മിൽ സന്നിഹിതവും പ്രകടവുമാകുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ വെളിവാകും. ഫലം എന്നത് നന്മയുടെ വെളിപ്പെടുത്തലാണ്. പിന്തുടർച്ചയ്ക്കുള്ള മാധ്യമമാണ് ഫലങ്ങൾ. ഫലങ്ങളിലൂടെയാണ് പുതിയ ജീവൻ്റെ വിത്തുകൾ വെളിവാകുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, സംയമനം എന്നിവയാണ് ഈ ഫലങ്ങൾ. ഗലാത്യ 5:22-23. ആദ്യ ശിഷ്യന്മാർക്ക് ലഭിച്ച അനുഭവവും വെളിപാടും പിന്നൽ തലമുറയ്ക്കായി അവർ പങ്കുവച്ചപ്പോൾ അവ വേദപുസ്തകത്തിൻ്റെ ഭാഗങ്ങളായി. അവർ അരൂപിയുടെ വരദാനങ്ങളെയും അരൂപിയുടെ സാന്നിധ്യത്തിൽ നിന്നും വെളിവാകുന്ന ഫലങ്ങളെയും കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് അരൂപിയിലൂടെ ഉണ്ടായ അനുഭവങ്ങളെയാണ് അവർ പങ്കുവച്ചത്. പന്തക്കുസ്ത തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ അത് ഓർമ്മയുടെ പുതുക്കൽ മാത്രമാണോ? മറിച്ച് അരൂപിയുടെ കോരിച്ചൊരിയൽ പുതുമയാർന്ന ഒരു സംഭവവും അനുഭവവും ആകുന്നുണ്ടോ? ഇന്ന് നമ്മൾ പരസ്പരം മനസ്സിലാക്കാത്ത ഭാഷയല്ലേ സംസാരിക്കുന്നത്? ആത്മാവിൻ്റെ ആത്മാവായി, ആത്മീയതയുടെ സ്രോതസ്സായി പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടോ? നമ്മിൽ വസിക്കുന്ന ആത്മാവ് ദേശഭാഷാന്തരങ്ങൾക്ക് അതീതമായ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മെ നയിക്കുന്നുണ്ടോ? സഭയിൽ പോലും പരസ്പരം മനസ്സിലാക്കാവുന്ന ഭാഷ മറന്നുപോവുകയല്ലേ ചെയ്യുന്നത്? ബാബേലിൽ എന്ന പോലെ ഗോപുരങ്ങൾ ഉയരുന്നുണ്ട് എവിടെയും. പണിയുവാൻ അന്യഭാഷ സംസാരിക്കുന്ന അന്യദേശത്തുള്ളവരെ അവരുടെ ഹൃദയവികാരങ്ങളെ മനസ്സിലാക്കാതെ നമ്മൾ നിയോഗിക്കുന്നു. ഇന്ന് സമൂഹം എല്ലാ വിധത്തിലുമുള്ള വിനിമയോപാധികൾ ഉപയോഗിക്കുന്നുണ്ട്. ഞൊടിയിടയിൽ ആശയങ്ങൾ ലോകം മുഴുവൻ പങ്കുവയ്ക്കുവാൻ അതുവഴി സാധിക്കുന്നു. എന്നാൽ എല്ലാവരും തന്നെ ഏകാന്തതയുടെ തടവറയിലാണ്, പരസ്പരം അറിയുന്നില്ല. അരൂപിയുടെ നിശ്വാസം ഏറ്റുവാങ്ങുന്നത് അസാധ്യമാകും വിധം നമ്മൾ അകലത്തിലാണ്.
ഐക്യപ്പെടുത്തുന്ന സമാധാനം സംജാതമാക്കുന്ന അരൂപിയുടെ പ്രവർത്തനം നടക്കുന്നില്ല. എവിടെയും പങ്കുവയ്ക്കലിന് പകരം അടിച്ചമർത്തുന്ന മേൽക്കോയ്മയിലേക്കാണ് എല്ലാ സമൂഹങ്ങളും രൂപാന്തരപ്പെടുന്നത്. പകരം വെട്ടിപ്പിടിച്ച അധികാരമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. സഭയിൽ പോലും മോചനത്തിനും പൊതുപ്പിറവിക്കും വേണ്ടിയുള്ള ഈറ്റുനോവ് കൂടുതൽ ശക്തമാകുന്നു. എങ്കിലും സമയമടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിഷ്ക്രിയരാകുന്നു. ദൈവാരൂപിയുടെ ദൈവവചനത്തിൻ്റെ സദ്വാർത്തയുടെ പ്രഘോഷണം അനുഷ്ഠാനത്തിൻ്റെ ഭാഗം മാത്രമായി തീരുന്നു എന്ന് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമായിട്ട് അതിനെ കണക്കാക്കുന്നു. സമയം സമാഗതമായി എന്ന വചനം ശ്രവണശേഷി നഷ്ടപ്പെട്ടവരുടെ കർണപുടങ്ങളിലാണ് വന്നു പതിക്കുന്നത്. എല്ലാം നിഷേധാത്മകമായി കാണുന്നത് കൊണ്ടല്ല സമാപന ചിന്തകൾ ഈ വിധം പങ്കുവയ്ക്കുന്നത്. സമൂഹം വന്ധ്യമായി തീരുകയാണ് പിറവിയുടെ ഈറ്റുനോവിൽ വേദനയും സന്തോഷവും അനുഭവിക്കാതെ. രണ്ടും ശിക്ഷാകരമാണ്. അതുവഴിയാണ് മനുഷ്യകുലത്തിൻ്റെ പുതുമയുള്ള ഉരുത്തിരിയൽ സംഭവിക്കുന്നത്. അതാണ് നമുക്ക് പ്രത്യാശ പകരുന്നത്. ഇതേക്കുറിച്ച് നമ്മുടെ ആത്മാവ് ഈ നിമിഷം നെടുവീർപ്പോടെ ഉരുവിടുന്നത് ഹൃദയത്തിൻ്റെ ശാന്തതയിൽ ശ്രവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു.